ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്ക് തോന്നുന്നു ഞാനൊരു വ്ലോഗ് പോസ്റ്റ് ചെയ്തിട്ട് മാസങ്ങളായി തോന്നുന്നു. ടുഡേ ഈസ് ദ 13th of May, സാറ്റർഡേ. എനിക്കത് ഓഫാണ്. സോ ഐ ഹാവ് തോട്ട് ടു ഗോ ഓൺ എ ഗേൾസ് ഡേ ഔട്ട് വിത്ത് മൈ ഗേൾസ്. കുറേ നാളായി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു ഗേൾസ് ഡേ ഔട്ട് ചെയ്തിട്ട്. And I thought of bringing all of you guys with, and I hope you will enjoy this video. ഞങ്ങൾക്ക് ഇവിടെ ജർമ്മനിയിൽ ഇപ്പോൾ സമ്മറാണ്. സമ്മർ വെരി ഹെഫ്റ്റിക് ഇസ് എ ജർമ്മൻ വേർഡ് വാട്ട്സെവർ. ഭയങ്കര പാടായിട്ടുള്ളൊരു സമ്മറാണ്. ഭയങ്കര ചൂട് പറയാനേ മേല. അപ്പോൾ ഇന്ന് ഏകദേശം 25 ഗ്രാഡ് വരെ ആവും എന്നാണ് ഞാൻ കണ്ടത്. ആൻഡ് ഐ ഹോപ്പ് സോ. 30 ഡിഗ്രി ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് അവസാൾട്ടം ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി ഇന്നലെ ബ്രേമലിൽ ഇടിവെട്ടും മഴയും ഒന്നും പറയണ്ട, കൊള്ളിയാനൊക്കെ ഉണ്ടായിരുന്നു. എന്താവോ എന്തോ. സോ വി ആർ ഗോയിങ് ടു ഗെറ്റ് റെഡി ഫോർ ദ ഡേ ഔട്ട്. ഇപ്പോൾ എന്നെ കാണാൻ ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ പോലെയുണ്ട്, ബിക്കോസ് ഞാൻ ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റേ ഉള്ളൂ. വി ഹാവ് ടു ഡു ആ ഹെയർ, ബിക്കോസ് ഇന്നലെ നമ്മൾ ഓൾറെഡി ചെയ്തായിരുന്നു. പക്ഷെ മഴയത്ത് നനഞ്ഞ വകയിൽ അതും പോയി. So it is going to be a long day. So let's start with our hair. The problem is that എൻ്റെ ട്രൈപോഡ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ലക്സംബർഗിലേക്ക് പോയേക്കാണ്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ എവിടെയെങ്കിലൊക്കെ ചാരിയും പിടിച്ചിട്ടും എടുക്കണം. സോ ഐ തോട്ട് എനിവേസ് എന്തായാലും എടുത്തേ പറ്റുള്ളൂ. ഞാൻ എന്താന്ന് പറഞ്ഞില്ലല്ലേ, ഇത് ഷുട്സ് സ്പ്രേ ആണ്, ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ. കണ്ണിലടിച്ചു. എൻ്റെ ഹെയർ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തെടുക്കുന്നത് ഇറ്റ്സ് എ ലോങ് പ്രോസസ് ഗൈസ്, ബിക്കോസ് ഞാൻ നാച്ചുറലി കേളി ഹെയർ ആയിട്ടുള്ള ഒരാളാണ്. ആൻഡ് എൻ്റെ ഹെയറിന് അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട്. സോ ഹെയറൊക്കെ പാർട്ട് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ചെയ്തെടുക്കുമ്പോഴേക്കും ഒത്തിരി നേരം എടുക്കും. മിനിമം ഒരു 3 hours എങ്കിലും എടുക്കും. ഇതിപ്പം ലാസ്റ്റ് ഡേ ഓൾറെഡി സ്ട്രെയിറ്റ് ചെയ്തിരുന്ന കൊണ്ട് വളരെ കുറച്ച് ഒന്ന് റഫായിട്ട് പോയാൽ മതി. ആൻഡ് നമുക്കിന്ന് 1 മണിക്കാണ് നമ്മൾ ഒരു മീറ്റിംഗ് പോയിൻ്റ് പറഞ്ഞേക്കുന്നത്. അപ്പം 1 മണിക്ക് മുന്നേ എല്ലാ സംഭവവും സെറ്റാക്കി ട്രാമ കയറിയിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോവാൻ. നമ്മൾ പോകുന്ന സ്ഥലം ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസസ് ഹിയർ ഇൻ ബ്രീമൻ. എനിക്ക് ഏറ്റവും യൂറോപ്യൻ വേർത്തി സ്റ്റൈലുള്ള കുറച്ച് കാണാൻ വേണ്ടി സൈറ്റ് സീയിങ്ങിനായിട്ട് ഏറ്റവും ബെസ്റ്റ് സ്ഥലം എനിക്ക് ബ്രേമനിൽ തോന്നിയിട്ടുള്ള പല സ്ഥലങ്ങളിലൊരു സ്ഥലമാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് where my heart belongs. കുറേ ഷോപ്സ് ഉണ്ട്. ലൈക്ക് നമുക്കൊരു പ്രോപ്പർ ഡേറ്റിനൊക്കെ പറ്റിയൊരു സ്ഥലമാണത്. സോ നമ്മൾ ഹെയറിൻ്റെ പരിപാടികൾ അത്യാവശ്യം കഴിഞ്ഞു. ഇനി ഒന്ന് പതിയെ നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം. ഞാൻ കുറേ ഫേസ് ക്രീം തപ്പി നടന്ന ഏറ്റവും അവസാനം എനിക്കിഷ്ടപ്പെട്ടൊരു ഫേസ് ക്രീം ആണിത്. ഇസാനയുടെ ടാഗസ് ക്രീം. റോസ്മാൻ്റെ ബ്രാൻഡാണെന്ന് തോന്നുന്നു ഇസാന. ആ ക്രീമാണത്. ഇതിൽ ലിഷുട്സ് ഫാക്ടർ 30 ഉണ്ട്, അതായത് SPF 30 ഉണ്ട്. ബട്ട് സോവീസോ ഞാൻ എൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യും. എനിക്ക് സൺസ്ക്രീൻ ഇല്ലാണ്ട് പറ്റില്ല. ആൻഡ് സൺസ്ക്രീൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഗൈസ്. എല്ലാവരും സൺസ്ക്രീൻ വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയും. എനിക്കാണെങ്കിൽ അത്യാവശ്യം മേജർ റിസ്കുകൾ എന്തൊക്കെയാണെന്ന് നന്നായിട്ടറിയാം. എനിക്ക് സൺസ്ക്രീന് യൂസ് ചെയ്തില്ലെങ്കിൽ എൻ്റെ സ്കിന്ന് വളരെ മോശമാവും. ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിലൊക്കെ അത് ഭയങ്കര ഡാർക്കറാവും അത്. സോ സൺസ്ക്രീൻ ഈസ് എ മസ്റ്റ്. ഒഴിച്ചുകൂടാൻ പാടില്ല. ഓക്കെ. ബട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക എന്നതൊരു തൊഴിലാണ്. പക്ഷെ ഞാൻ ജസ്റ്റ് ഒരു ഫേസ് മാസ്ക് പോലെ അതിട്ടിട്ട് കുറച്ച് നേരം കാറ്റ് കൊണ്ട് കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മുടെ
സ്കിന്നിലോട്ട് അബ്സോർബ് ആവും കേട്ടോ. അങ്ങനെ നമുക്ക് പെട്ടെന്ന് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റും. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി മേക്കപ്പ് കാര്യങ്ങൾ കാണിക്കുന്നില്ല. മെയിൻ റീസൺ ഇന്നത്തെ മേക്കപ്പ് ഒരു 40% പാളിയായിരുന്നു. ബിക്കോസ് ഞാനൊരു കളർ കറക്ഷനൊക്കെ ഉപയോഗിച്ചു അത്ര വലിയ സെറ്റപ്പൊന്നും ആയില്ല. ഞാൻ പിന്നെ ഒരു സെറ്റപ്പിൽ സെറ്റാക്കി എടുത്തു എന്ന് തന്നെ പറയാം. ബട്ട് ഞാനിന്ന് പുതിയൊരു കാര്യം ട്രൈ ചെയ്തു ഗൈസ്. ശ്രദ്ധിച്ചു നോക്കൂ, ആ മൂക്കിൻ്റെ അവിടെ ഫ്രെക്കിൾസ് കണ്ടോ? ഞാൻ സമ്മറിൽ ഇവിടെയുള്ളവർ ഫ്രെക്കിൾസൊക്കെ ആയിട്ട് നടക്കുന്ന കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ട്രൈ ചെയ്തതാണ്. ആൻഡ് ഐ തിങ്ക് ഫ്രെക്കിൾസ് ലുക്സ് ഗുഡ് ഓൺ മീ. സോ നമ്മുടെ ഫിറ്റ് ചെക്ക് ഇന്നത്തെ ഞാൻ ഒത്തിരി ചിന്തിച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡ്രസ്സിലോട്ട് വന്നു. ഐ തോട്ട് ഞാനൊരു സാറ്റിൻ ബ്ലൗസ് ആൻഡ് സാറ്റിൻ സ്കേർട്ട് പെയർ ചെയ്യാം വിത്ത് മൈ ഫേവറേറ്റ് സൺ ഗ്ലാസസ് ആൻഡ് മൈ ഫേവറേറ്റ് ബാഗ്. ആൻഡ് ഹിയർ വി ആർ. ഇതാണ് ബ്രേമൻ്റെ സ്വന്തം ടോംസ് ഹൈഡേ. ദീസ് ആർ മൈ 2 മെയ്ഡൽസ്. ഇവരുമായിട്ടാണ് ഞാനിന്ന് ഗേൾസ് ഡേ ഔട്ടിന് പോയത്. ഒന്ന് സ്നേഹ, ഒന്ന് ജൂലിയ. പൊട്ടിച്ചിരിക്കുന്ന ജൂലിയ, ദാദവണി സ്നേഹ. നമ്മളിപ്പം ബ്രേമൻ്റെ മെയിൻ കണ്ണായ സ്ഥലത്തു കൂടിയാണ് പോകുന്നത്. ടോംസ് ഹൈഡേ കാണാനും വേണ്ടി ഭംഗിയുണ്ട്. ഒരു ദിവസം ഞാൻ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ബട്ട് നൗ വി ആർ ഗോയിങ് ടു ഓബേൺ സ്ട്രാസെ. ഇവിടെ ഓബേൺ സ്ട്രാസെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ കടകളുള്ളത്. ഒരു മോളുണ്ട് അവിടെ. ഞങ്ങൾ ആ മോളിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് കയറി ഇറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പം ഇന്ന് ഞങ്ങൾ ശരിക്കും ആ മോളൊക്കെ കയറി കണ്ട് ഷോപ്പ് ചെയ്യാൻ ഞങ്ങളുടെ മൈൻഡിൽ പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷേ എങ്ങനെ ഇരുന്നാലും ഇവിടെയൊക്കെ കയറി ഇറങ്ങുമ്പോൾ വിൻഡോ ഷോപ്പെങ്കിലും ചെയ്യാണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വരില്ല എന്നതൊരു സത്യാവസ്ഥയാണ്. ആൻഡ് ഐ ഫൈൻഡ് ദിസ് ക്യൂട്ട്. നല്ല സ്ട്രോബെറി അല്ലായിരുന്നു. സോ ഞങ്ങളുടെ ഫേവറേറ്റ് സ്ഥലമായ പെർഫ്യൂം സ്പോട്ടിലോട്ട് പോയി. ഐ ലവ് പെർഫ്യൂംസ്. ഐ ലീവ് ഫോർ പെർഫ്യൂംസ്. ഞാൻ ഇന്ന് ഒരു പ്രാഡ പാരഡോക്സിൻ്റെ വാനില മണമുള്ളൊരു പെർഫ്യൂം കണ്ടുപിടിച്ചു. ഇറ്റ്സ് സോ നൈസ്. ഇറ്റ് ലാസ്റ്റഡ് സോ ലോങ്. ഞാൻ മേടിക്കുമായിരിക്കും. And these are my 2 cute little girlies taking my photos. പിന്നെ ഞങ്ങൾ പോയത് ഐസ്ക്രീം കഴിക്കാനായിരുന്നു. പക്ഷെ ഞങ്ങളൊരു പേസ്ട്രി ഷോപ്പിൽ സ്റ്റോപ്പ് ചെയ്തു. We all ordered different types of pastries. I ordered chocolate, other one ordered cheese, and Sneha ordered strawberry cheesecake. ഞങ്ങൾ ട്രൈ ചെയ്തു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഞങ്ങൾക്ക് മത്ത് പിടിച്ചൊരവസ്ഥയായെങ്കിലും ബട്ട് ഇറ്റ് വാസ് വർത്ത് ട്രൈ. ഭയങ്കര ഇഷ്ടമാണ്. ദെൻ വി വെന്റ് ടു H&M. ഏറ്റവും ബ്യൂട്ടിഫുൾ ഡ്രസ് കളക്ഷൻസ് ഉള്ളത്, എനിക്കങ്ങനെ ഉള്ളതെന്ന് പറയാൻ പറ്റത്തില്ല, ഉള്ള വൺ ഓഫ് ദി ഷോപ്സ് H&M ആണ്. പിന്നെ ഞങ്ങൾ 3 പേരോട് ഒരു ട്രയൽ റൂമിൽ കയറി. അവിടെ ഉള്ളവർ കണ്ടത് ഞങ്ങളെ ഇറക്കി വിട്ടേനെ. And we are leaving H&M and Sneha bought a dress and we went to ഡൈഹ്മാനിൽ ചെന്നിട്ട് ഞാനും ജോലിയും കൂടി ഒരു പെർഫെക്റ്റ് സമ്മർ സാൻഡൽസ് മേടിച്ചു. ആൻഡ് വി ആർ ഹെഡിങ് ടു അവർ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോകാനാണ് പ്ലാൻ ചെയ്തതെങ്കിലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റിനൊന്നും സൗത്ത് ഇന്ത്യൻ ഫുഡിൻ്റെ ടേസ്റ്റ് ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് we went to our favorite food destination. It's Peri's Chicken. ഞങ്ങൾ വീണ്ടും മന്തി കഴിക്കാൻ വന്നു ഗൈസ്. And it was so yummy and so spicy. And that's it for today. Bye.